അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നിവിടെ ഒരു ഭൂരിയും നല്ല സോഫ്റ്റായ ഭൂരിയും സ്റ്റൂവും ഉണ്ടാക്കി, ഉരുളങ്കിഴങ്ങ് കൊണ്ട് നല്ലൊരു സ്റ്റൂ കറിയും ഉണ്ടാക്കി നല്ലൊരു റെസിപ്പിയുമാണ് വരുന്നത്. അപ്പോൾ ഇതിന് വേണ്ട ഇത് നമ്മൾ മിക്സിയുടെ ജാറിലാണ് കുഴച്ചെടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഓയിലുള്ളവർക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ബ്രഷ് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ എല്ലാ ഭാഗത്തുനിന്ന് ഈ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം. നമ്മളിതിൽ പറ്റിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ കൂടി ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ ഈ കപ്പിന്, ഇതിൻ്റെ തൂക്കം കറക്റ്റ് എനിക്കറിയില്ല, ഈ കപ്പിന് ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കപ്പിന് ഞാൻ ഇതൊരു 2 വലിയ ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും മൈദ മാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ റവ ചേർത്തി കൊടുക്കുന്നുണ്ട്. കുറച്ച് പഞ്ചസാര, ഈ ചെറിയ സ്പൂണിന് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ആവശ്യത്തിന്, ആവശ്യക്കാരുടെ ആവശ്യമനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതൊന്ന് ജസ്റ്റ് എല്ലാ ഭാഗവും ഒന്ന് ഇതാവാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലാ ഭാഗവും ഒന്ന് പഞ്ചസാരയും ഉപ്പും എല്ലാ ഭാഗത്തും ഒരുപോലെ ചേർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളെടുത്ത ആ പൊടിയുടെ കപ്പിന് പകുതി വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇത് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ്. ഇത് കണ്ടോ, നമ്മൾ മാവെല്ലാം ഇങ്ങനെ കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ. ഇനി നമുക്ക് കൂടുതൽ കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ വെള്ളം കുറവാ തോന്നുന്നവർക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ തന്നെ അടിക്കുമ്പോൾ, ഇല്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഇനി ഇത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കണ്ടോ, ഇത് മിക്സിയിൽ അധികം ഒന്നും പിടിച്ചിട്ടില്ല. കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് കൊടുത്താൽ, ഞങ്ങൾക്ക് ഓയിൽ അധികം വേണ്ടാത്തതുകൊണ്ട് ഓയിലാണെങ്കിൽ ഒന്നും കൂടി ബെറ്ററാണ് കേട്ടോ. ഞാനിത് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഓയിൽ വെളിച്ചെണ്ണയൊക്കെ ഒരു കുറച്ചും കൂടി കൂടുതൽ ഒഴിച്ച് കൊടുക്കാൻ നോക്കുക. ഞങ്ങൾക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടില്ല. ജസ്റ്റ് ഇതൊന്ന് നല്ലപോലെ നമ്മൾ ഒന്ന്, ഇത് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കുഴയായിട്ടുണ്ട്, എന്നാലും നമ്മൾ ജസ്റ്റ് ഇതിലൊന്ന് വെറുതെ ഒന്ന് കുഴച്ചെടുക്കാം. നിങ്ങൾക്കിത് വെള്ളം അധികമാവുകയെ അതല്ലെങ്കിൽ ഇപ്പം നല്ലപോലെ നമ്മൾ ഇതൊന്ന് ഇങ്ങനെ ഉരുട്ടി നല്ലപോലെ ഒന്ന് ഇതിൽ നല്ലപോലെ ഒന്ന് കുഴച്ച് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നിങ്ങൾക്കിത് കുഴ ആയിട്ടില്ല, അതല്ലെങ്കിൽ വെള്ളം ഏറി അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ച് ഗോതമ്പ് പൊടിയോ മൈദപ്പൊടിയോ ഇട്ടിട്ട് വീണ്ടും ഒന്ന് ഇതിൽ സേവ് ചെയ്ത് കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ഇല്ല എങ്കിൽ കറക്റ്റ് ആണെങ്കിൽ ഒരു 20 സെക്കൻഡാണ് മിക്സിയിൽ അടിക്കേണ്ടത്. മിക്സിയുടെ പകുതി ജാറിന് മാത്രമേ വരാൻ പാടുള്ളൂ മാവ്, അതല്ലെങ്കിൽ നമുക്കത് ശരിയായി കിട്ടൂല. അത് കൂടുതൽ മാവുള്ളവർക്ക് 2-3 പ്രാവശ്യം ആക്കിയിട്ട് അടിച്ചെടുക്കാവുന്നതാണ്. ഞങ്ങളിപ്പോൾ 2 ആളുള്ളൂ, കുറച്ച് മതി ഞങ്ങൾക്ക്. അതുകൊണ്ട് ഞാൻ ഒരു ബോളെ അടിച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് കണ്ട് നല്ല സോഫ്റ്റായ നല്ല മാവായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിത് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊന്ന് ജസ്റ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കുകയാണ്. അതിന് ഞാൻ ഇപ്പോൾ ഇതിലൊന്ന്
വെളിച്ചെണ്ണ, അതല്ലെങ്കിൽ ഓയിലാണ് ഏറ്റവും ബെറ്റർ. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ്. ഞങ്ങൾക്ക് ഇതിൻ്റെ ഓയിൽ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുവരാറില്ല. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഇതിലൊന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് മൂടി വെക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കാം. ഞാനിത് ഒന്നിങ്ങനെ മൂടി വെച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഇത് പരത്തിയെടുക്കുന്നത് കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഒരു ഇതിലേക്ക് ഉരുളങ്കിഴങ്ങ് കൊണ്ട് ഒരു കറി ഉണ്ടാക്കാം. ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിയതിന് ശേഷം 1 ടീസ്പൂണ് ഉഴുന്ന് പരിപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നമ്മൾ വറവായതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 1 ടീസ്പൂണ് പരിപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പരിപ്പ് കടലപ്പരിപ്പാണ് നല്ലത്. അപ്പോൾ അതും ഒന്ന് ജസ്റ്റ് നമ്മൾ ഇളക്കി കൊടുക്കുക. അതൊന്ന് ഇങ്ങനെ ജസ്റ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വറ്റൽ മുളക് ഒരു 4-5 പൊട്ടിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു 5-6 പച്ചമുളക്, അല്ലെങ്കിൽ 4 പച്ചമുളകൊക്കെ മതി. കറിക്കനുസരിച്ച് മുളകിൻ്റെ എരിവ് വേണമെങ്കിൽ എണ്ണം കൂട്ടാവുന്നതാണ്. ഞങ്ങൾ കുറച്ച് ആളുകളുള്ളൂ, അപ്പോൾ ഞാനൊരു 3-4 പച്ചമുളകാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആളുകൾ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ചേരുവകൾ കൂട്ടേണ്ടതാണ് കേട്ടോ. എല്ലാ ചേരുവകളും കൂട്ടണം. ഇതും ഒന്ന് നമ്മൾ ഇളക്കി അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ വലിയ ഉള്ളി അരിഞ്ഞ് വെച്ച 2 വലിയ ഉള്ളി ഞാൻ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് കടലമാവിൻ്റെ പൊടി വെള്ളത്തിൽ നല്ലതുപോലെ കലക്കി യോജിപ്പിച്ച് കട്ടയൊക്കെ ഉടച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി എല്ലാ ഭാഗവും ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇത് നമുക്ക് കറി ഉണ്ടാവാനാണ്. അത് ഒരു ടേസ്റ്റും വേറെ ഒരു രുചിയും കിട്ടും. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണിത് കേട്ടോ. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട്. നമുക്ക് നല്ല ഉഗ്രൻ ടേസ്റ്റ് ആയിരിക്കും ഇത്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും, വെറുതെ ഒരു കളർ ചേഞ്ചിന് താല്പര്യമുള്ളവർക്ക് മാത്രം ഇട്ടാൽ മതി, ഒരിത്തിരി മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തി കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ ഉരുളങ്കിഴങ്ങ് ഇത് നമ്മൾ പുഴുങ്ങിങ്ങാണ്ട് ഒരു 4 വീസിൽ വന്ന് പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞ് ഉടച്ചെടുത്തതാണ്. നല്ലപോലെ ഉടയേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മൾ ഇതൊന്ന് ഇതിലിട്ട് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ഈ കപ്പിന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ലപോലെ നമ്മൾ ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് ഞാൻ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് അവരവരുടെ ആവശ്യാനുസരണം ഇട്ട് കൊടുക്കുക. നല്ലപോലെ നമ്മൾ ഇളക്കി യോജിപ്പിക്കുക. ഉരുളങ്കിഴങ്ങ് നല്ലപോലെ ഉടയുണ്ട് കേട്ടോ, കട്ടി കൂടി വരും. അപ്പോൾ പാകത്തെ ഉടച്ചിലൊക്കെ ഉടഞ്ഞാൽ മതി. നല്ലപോലെ ഒന്ന് ഇത് തിളച്ച് വരാനുണ്ട്. നമുക്ക് ഉരുളങ്കിഴങ്ങിൻ്റെ ഒരു റെസിപ്പി ഇപ്പോൾ നല്ലൊരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കേണ്ടവർക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇത് നമുക്ക് പാകത്തെ ഗ്രേവിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടി ഗ്രേവിയായി കിട്ടും.
ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ക്യാപ്സിക്കം മുളക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്തി കൊടുക്കുക. ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല. നല്ലൊരു രസമുള്ള ഒരു വാസനയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഭൂരിയിലേക്കും ചപ്പാത്തിയിലേക്കും ദോശയിലേക്കും ഒക്കെ കൂട്ടാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കാൻ പോവാണ്. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഞാൻ ഇതിലേക്ക് ഇട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ ഗ്രേവി ആയി കിട്ടിയിട്ടുണ്ട് നമ്മളെ കറി. അപ്പോൾ ഇനി നമ്മൾ ഫ്ലെയിം ഓഫാക്കാൻ പോവാണ്. ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മതി. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്, നിർബന്ധമില്ല. ആവശ്യമുള്ളവർക്ക് ചെയ്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റിയായ ഉരുളക്കിഴങ്ങ് ഗ്രേവി റെഡി ആയിട്ടുണ്ട്. നമ്മളെ ഭൂരിയൊക്കെ ഞാൻ 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെ നല്ല പോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ചെറിയ ബോളുകളാക്കി എടുക്കാൻ പറ്റും. നമുക്ക് നല്ല സോഫ്റ്റായ ഭൂരി എടുക്കാനാണ്. അപ്പോൾ നമ്മളൊരു അത്യാവശ്യം പാകത്തൊരു ബോളാക്കി ഒരു ബോൾ അങ്ങനെ ഇങ്ങനെ എല്ലാ മാവ് നമ്മൾ ബോളാക്കി എടുക്കാൻ പോവുകയാണ്. നമ്മൾ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടി ഇതിലേക്കൊന്ന് എണ്ണ പുരട്ടി കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ബോളാക്കിയിട്ടുണ്ട്. ഇനി ഇതിലൊക്കെ ഒന്ന് ജസ്റ്റ് എണ്ണ ആക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതൊന്ന് സോഫ്റ്റായി കിട്ടാനാണ്. നല്ല അടിപൊളി കറിയും നല്ല വീർത്ത് വരുന്ന ഭൂരിയുമാണ് കേട്ടോ. നമ്മൾ ഇതിലൊന്ന് ജസ്റ്റ് എണ്ണ മെഷീനിൽ പ്രസ്സിൽ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് തടവി കൊടുക്കാൻ നിർബന്ധമില്ല. അത് നന്നായി തന്നെ പരക്കും. അപ്പോൾ നല്ല സോഫ്റ്റായ നല്ല പൊന്തി വന്ന ഭൂരി നമുക്ക് എടുക്കാവുന്നതാണ്. കേട്ടോ. നല്ലതുപോലെ ഇത്ര വലുപ്പം വേണ്ടെങ്കിൽ കട്ടിയിൽ ചെയ്താലും മതി. ഒന്നിൽ തട്ടാതെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പരത്തിയിട്ട് വെക്കണം കേട്ടോ. അതല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. എണ്ണയൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമ്മളിത് പൊരിച്ചെടുക്കാൻ പോവാം കേട്ടോ. നല്ലതുപോലെ വീർത്ത് വന്നിട്ടുണ്ട് നമ്മളെ ഭൂരി. നല്ല സോഫ്റ്റായ ഭൂരി. എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കൂ. നല്ല സോഫ്റ്റായ ഭൂരിയാണ്. 2 വേവായി കിട്ടിയിട്ടുണ്ട്. ഉള്ള ഭൂരികളൊക്കെ നമുക്ക് ഇങ്ങനെ പൊരിച്ചെടുക്കാം. നല്ല വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. കേട്ടോ, ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മളെ നല്ല പൊന്തി വന്ന ഭൂരി കണ്ടോ. ഇത് നല്ല സോഫ്റ്റായ ഭൂരി വീർത്ത് വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാം. ഉരുളക്കിഴങ്ങിൻ്റെ നല്ല ഒരു കറി, നല്ല ഉഗ്ര രുചിയാണ് കേട്ടോ. അങ്ങനത്തെ ഒരു കറിയും ഭൂരി
പൊരിച്ചതുമാണ്. എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കൂ. നല്ലൊരു സ്റ്റൂവും ബൂരി പൊരിച്ചതും നല്ല ടേസ്റ്റിയായ ഉരുളൻകിഴങ്ങിൻ്റെ ഈ കറി കൂട്ടി നമുക്ക് നല്ല കണ്ടോ സോഫ്റ്റായിട്ട് പിച്ചെടുക്കാം. എണ്ണ അധികം കുടിക്കാത്ത വൈകുന്നേരം വരെ ഈ ഭൂരി സോഫ്റ്റായി നിൽക്കും. ഇത് വെറുതെ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. എണ്ണയൊന്നും അധികം കുടിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വരാം. ഓക്കേ, ബായ്.